നമസ്കാരം. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് 3 യുവാക്കളെ തൃക്കാക്കര NGO ക്വാർട്ടേഴ്സിന് മുന്നിൽ കാറിലെത്തിയ 3 പേർ അതിക്രൂരമായി തല്ലിച്ചതച്ചത്. കാറിന് സൈഡ് നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈക്ക് യാത്രക്കാരായ യുവാക്കളുമായി സംഘർഷത്തിലാവുന്നതും പിന്നീട് അവരെ ക്രൂരമായി മർദ്ദിക്കുന്നതും. ഈ സംഭവത്തിൽ പ്രതികളായിട്ടുള്ള 3 പേരെയാണ് തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. കളമശ്ശേരി സ്വദേശി ഷെഫിൻ, പൂക്കാട്ടുപടി സ്വദേശി ഫഗദ്, കോഴിക്കോട് സ്വദേശിയായ വിബീഷ് എന്നിവരെയാണ് കോഴിക്കോട് നിന്നും തൃക്കാക്കര പോലീസ് പിടികൂടിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സംഭവം നടന്ന NGO ക്വാർട്ടേഴ്സ് ജംഗ്ഷനിലാണ്. ഇവിടെ ഈ കടകളുടെ മുമ്പിൽ വെച്ചാണ്, ഇവിടെ വെച്ചാണ് അവർക്ക് ഈ മർദ്ദനം ഏൽക്കുന്നത്. ക്രൂര മർദ്ദനമായിരുന്നു. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഒറ്റയടിക്ക് തന്നെ ഒരാൾ, പ്രവീൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് ആദ്യം വീഴുന്നത്. പിന്നീട് അടുത്തതിന് നിസാം വീഴുന്നു, പിന്നീട് മുഹമ്മദ് ഷാഫി വീഴുന്നു. അങ്ങനെ ആ രീതിയിൽ വലിയ ഒരു കൊടിയ മർദ്ദനമാണ് ഇവിടെ നടന്നത്. ഇപ്പോൾ ഇവിടെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ അറസ്റ്റ് ചെയ്ത പ്രതികളെ തെളിവെടുപ്പിനായി ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ പോലീസ് സ്റ്റേഷന് മുന്നിലെ സംഘർഷമാണ്. ഇവരെ കയ്യിലേക്ക് കിട്ടിയാൽ അവരെല്ലാവരെയും കൂടി തീർത്ത് കളയുമെന്നുള്ള രീതിയിലായിരുന്നു നിന്നത്. വലിയ ആക്രോശ വിളികളോട് കൂടിയിട്ടാണ് ഇവർ ആ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയത്. ഈ മർദ്ദനമേറ്റ യുവാക്കളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെയുള്ള വലിയൊരു സംഘമാണ് തൃക്കാക്കര പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയത്. വലിയ സംഘർഷാവസ്ഥയായിരുന്നു ഇവരെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ ഉണ്ടായത്. തൊട്ടടുത്ത് ഇവർ സഞ്ചരിച്ചിരുന്ന ആ ചുമന്ന കാർ, ആ കാർ അവിടെ കിടപ്പുണ്ടായിരുന്നു. പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ടായിരുന്നു. ആ കാറെല്ലാം പൂർണ്ണമായും തല്ലി തകർത്തിരിക്കുകയാണ്. അവരെ വിളിച്ച് കാണിച്ചു, എടാ നിൻ്റെയൊക്കെ കാർ ഇതാ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പാറക്കല്ലുകളുമൊക്കെ എടുത്ത് അടിച്ച് തകർക്കുകയായിരുന്നു. അത്തരത്തിൽ വലിയ സംഘർഷാവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് പോലീസ് ഏറെ പണിപ്പെട്ട് NGO ക്വാർട്ടേഴ്സ് ജംഗ്ഷനിലേക്ക് എത്തിച്ചു. പക്ഷേ ഇവിടെ എത്തിച്ചെങ്കിൽ ഇവിടെ ഇറങ്ങാൻ കഴിഞ്ഞില്ല. പ്രതികളുമായി പോലീസിന് ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഈ കാണുന്ന പോലെ യുവാക്കളും ഇവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം വലിയൊരു കൂട്ടം യുവാക്കൾ ഇവിടെ സംഘടിച്ച് നിന്നതുകൊണ്ട് പോലീസ് ഈ പ്രതികളെ ഇവിടെ ഇറക്കാൻ കഴിയാതെ തിരിച്ചു പോവുകയാണ്. ഇപ്പോഴും ഈ യുവാക്കളെല്ലാവരും ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. അവരുടെ സുഹൃത്തുക്കളെ ഇത്തരത്തിൽ അതിക്രൂരമായി മർദ്ദിച്ച ഇവരെ കൈകാര്യം ചെയ്യുമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവരെല്ലാവരും നിൽക്കുന്നത്. അത്രത്തോളം ഒരു ദേഷ്യം, ഒരു ആത്മരോഷം ഇവർക്കെല്ലാവർക്കുമുണ്ട്. കാരണം ആ ദൃശ്യങ്ങൾ കാണുന്ന ഓരോരുത്തർക്കും ഉണ്ടാകുന്ന അതേ വികാരമാണ് ഇവിടെ കൂടി നിൽക്കുന്ന അവരുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം ഉള്ളത്. അവരെ അതിദയനീയമായിട്ടാണ് അവരെ അടിച്ച് അതിക്രൂരമായി താഴെ അടിച്ചിട്ടതിന് ശേഷം പിന്നീട് അവരെ ചവിട്ടുകയാണ്. യാതൊരു മനുഷ്യത്വവും ഇല്ലാത്ത രീതിയിൽ മനുഷ്യത്വരഹിതമായിട്ടാണ് അവരോട് ഈ പ്രതികൾ പെരുമാറിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ജനരോഷം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും NGO ക്വാർട്ടേഴ്സിന് മുന്നിൽ തെളിവെടുപ്പിന് പ്രതികളെ എത്തിക്കുവാൻ തൃക്കാക്കര പോലീസിന് കഴിയുന്നില്ല. ആ രീതിയിൽ ഇവിടെ വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. എല്ലാവരും തടിച്ചുകൂടി നിൽക്കുകയാണ്. ഈ പ്രതികളെ കൈകാര്യം ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഇവിടെ നിൽക്കുന്നത്. ഇനി എപ്പോഴാണോ ഇനി പ്രതികളെ കൊണ്ടുവരുന്നത് എന്ന് നോക്കിയാണ് ഇവരെല്ലാവരും നിൽക്കുന്നത്. പോലീസ് ഇപ്പോൾ അതിന് എന്താണ് ഒരു മാർഗമെന്ന് നോക്കുകയാണ്. ഇപ്പോൾ പോലീസ് പ്രതികളെ മെഡിക്കൽ എടുക്കുവാനായി കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് നമുക്ക് അവസാനമായി ലഭിക്കുന്ന വിവരം. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.